ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അശ്വൻസ് വേൾഡിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് 2023 ജൂൺ 6 മുതൽ 10 വരെയുള്ള കുറച്ച് പ്രധാന ചോദ്യങ്ങൾ നോക്കാം. 2023 ജൂണിൽ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം 2022-23 സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദന വളർച്ചാ നിരക്ക് എത്രയാണ്? 7.2%. അടുത്തിടെ കടലിൽ പതിച്ച ഷിയോലിമ 1 എന്ന ചാര ഉപഗ്രഹം വിക്ഷേപിച്ചത് ഏത് രാജ്യമാണ്? ഉത്തര കൊറിയ. പ്രശസ്തമായ കുംഭമേളയുടെ സ്മരണാർത്ഥം ഉത്തർപ്രദേശ് വിനോദസഞ്ചാര വകുപ്പ് സ്ഥാപിക്കുന്ന മ്യൂസിയം ഡിജിറ്റൽ കുംഭ് മ്യൂസിയം. കർഷകർക്ക് ധനസഹായം നൽകുന്നതിനായി മഹാരാഷ്ട്ര സർക്കാർ ആരംഭിച്ച പദ്ധതി നമോ ഷേത്കരി മഹാസമ്മാൻ യോജന. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏത് സംസ്ഥാനത്താണ് പിസോഡനോഫിസ് കലിംഗ എന്ന പുതിയ ഇനം ഈൽ മത്സ്യത്തെ കണ്ടെത്തിയത്? ഒഡീഷയിൽ. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് ഹൈന്ദവ ക്ഷേത്രം നിലവിൽ വരുന്ന ഇന്ത്യൻ സംസ്ഥാനം? തെലങ്കാന. ഭൂവൽക്കത്തിൽ നിന്ന് 10,000 മീറ്റർ തുരന്ന് ധാതു നിക്ഷേപങ്ങളും ഊർജ ഉറവിടങ്ങളും കണ്ടെത്താനും ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് പഠിക്കാനും പദ്ധതിയിടുന്ന രാജ്യം? ചൈന. ഇന്ത്യയിൽ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ മേഖലാ ഓഫീസ് നിലവിൽ വരുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിൽ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സർവകലാശാല കോളേജ് ക്യാമ്പസുകളെ സീറോ വേസ്റ്റ് ക്യാമ്പസുകളായി പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം? കേരളം. ഇന്ത്യയൊട്ടാകെയുള്ള ജൈവവാതകവുമായി ബന്ധപ്പെട്ട നിക്ഷേപവും പങ്കാളിത്തവും വിലയിരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഏകീകൃത രജിസ്ട്രേഷൻ പോർട്ടൽ? ഗോബർധൻ. അടുത്തിടെ പുറത്തിറങ്ങിയ മെർകോം ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം പുരപ്പുറ സൗരോർജ ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം? കേരളം. മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പുതിയ വിമാന കമ്പനിയായ ഫ്ലൈ 91ന്റെ ടാഗ് ലൈൻ അതിരുകൾ ഇല്ലാത്ത ഭാരതം. ONV കുറുപ്പിൻ്റെ പ്രശസ്ത കവിതാ സമാഹാരമായ അക്ഷരം കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? സുഷമ ശങ്കർ. അഹല്യാനഗർ എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ട മഹാരാഷ്ട്രയിലെ നഗരം? അഹമ്മദ് നഗർ. 2023 ജൂണിൽ രൂപവൽക്കരണത്തിൻ്റെ 10-ാം വാർഷികം ആചരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? തെലങ്കാന. മണിപ്പൂരിൽ നടന്ന വംശീയ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിക്കപ്പെട്ട 3-അംഗ കമ്മീഷന്റെ അധ്യക്ഷൻ? ജസ്റ്റിസ് അജയ് ലാംബ. കേരള സംഗീത നാടക അക്കാദമിയുടെ 2022 സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച നാടകത്തിനുള്ള പുരസ്കാരം നേടിയത്? 2 നക്ഷത്രങ്ങൾ. സംവിധാനം ചെയ്തിരിക്കുന്നത് രാജേഷ് ഇരുളം. 50 തരത്തിലുള്ള അർബുദ രോഗങ്ങൾ വരെ തിരിച്ചറിയാൻ സഹായകമാണെന്ന് ഗവേഷകർ കണ്ടെത്തിയ രക്തപരിശോധന രീതി? ഗാലറി ടെസ്റ്റ്. ക്ഷേത്രാങ്കണങ്ങളെയും കുളങ്ങളെയും കാവുകളെയും പരിപാലിച്ച് ഹരിതാഭമാക്കാൻ ദേവസ്വം ബോർഡിന് കീഴിൽ ആരംഭിച്ച പദ്ധതി? ദേവാങ്കണം ചാരുഹരിതം. ഓരോ ശ്വാസത്തിലും വിഷം എന്ന് ഉപയോഗിക്കപ്പെടുന്ന ഓരോ സിഗരറ്റിലും ആരോഗ്യ മുന്നറിയിപ്പ് രേഖപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം? കാനഡ. ലോകാരോഗ്യ സംഘടനയുടെ ടാപ്പ് ട്രെയിനിങ് അസിസ്റ്റീവ് പ്രൊഡക്റ്റ് പദ്ധതി നടപ്പിലാക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? കേരളം. അറബിക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ്? ബിപ്പോർജോയ്. പേര് നൽകിയത് ബംഗ്ലാദേശ്. ദുരന്തം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. സ്ഫോടനത്തിൽ തകർന്ന റഷ്യയുടെ നിയന്ത്രണത്തിൽ ഉക്രൈനിലുള്ള അണക്കെട്ട്? നോവ കഖോവ്ക. UPI വഴി ATMൽ നിന്നും പണം പിൻവലിക്കാൻ സംവിധാനം ഒരുക്കിയ ബാങ്ക്?
ബാങ്ക് ഓഫ് ബറോഡ. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നത് എന്ന് കരുതപ്പെടുന്ന ശ്മശാനം കണ്ടെത്തിയ രാജ്യം ദക്ഷിണാഫ്രിക്ക. വിഖ്യാത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. എ വോക്ക് അപ്പ് ദ ഹിൽ, ലിവിങ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ. അടുത്തിടെ പുറത്തിറങ്ങിയ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം കേരളം. ചെന്നൈയിൽ ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെട്ട ചെന്നൈയിൽ നിന്നും ശ്രീലങ്കയിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യത്തെ അന്താരാഷ്ട്ര ക്രൂയിസ് ഷിപ്പ് MV എംപ്രസ്. കുട്ടികളുടെ ചിത്രമായി കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ തിരഞ്ഞെടുത്ത ചിത്രം 5 വിത്തുകൾ. സംവിധാനം ചെയ്തിരിക്കുന്നത് അശ്വിൻ PS. പാലിന് ബദലായുള്ള സസ്യാധിഷ്ഠിത ഉൽപ്പന്നം ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ച കമ്പനി സിന്തൈറ്റ്. ജസ്റ്റ് പ്ലാന്റ്സ് എന്ന ബ്രാൻഡിലാണ് ഉൽപ്പന്നം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇറാൻ അവതരിപ്പിച്ച ശബ്ദത്തിൻ്റെ 15 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഫത്താവ്. കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് ബ്രിഡ്ജ് നിലവിൽ വന്നത് എവിടെയാണ്? കരിക്കകം, തിരുവനന്തപുരം. കേരള സ്പോർട്സ് കൗൺസിൽ നടപ്പിലാക്കിയ പ്രായപരിധിയില്ലാതെ സൗജന്യമായി യോഗ പഠിപ്പിക്കുന്ന പദ്ധതി യോഗ ഫോർ ആൾ. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച വികസനത്തിൽ ഉള്ളവയിൽ ഏറ്റവും സങ്കീർണമായ സാങ്കേതിക വിദ്യ ഉൾപ്പെടുന്ന മിസൈൽ അഗ്നി പ്രൈം. ക്ഷീര സഹകരണ സംഘങ്ങൾ വഴി മിതമായ നിരക്കിൽ പാൽ വിൽക്കാൻ കഴിയുന്ന നന്ദ് ബാബ മിൽക്ക് മിഷൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. അടുത്തിടെ കാനഡയിൽ പടർന്നു പിടിച്ച കാട്ടുതീയെ തുടർന്നുണ്ടായ പുക മൂലം കടുത്ത അന്തരീക്ഷ മലിനീകരണം നേരിടുന്ന അമേരിക്കൻ നഗരം ന്യൂയോർക്ക്. 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. നാറ്റോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വ്യോമ അഭ്യാസമായ എയർ ഡിഫൻഡർ 2023 വേദിയാകുന്ന രാജ്യം ജർമ്മനി. +2 SSLC പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചവർക്ക് സൗജന്യമായി തുടർ പഠനത്തിനുള്ള സാഹചര്യം ഒരുക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഹോപ്പ്. ആത്മഹത്യ രാജ്യദ്രോഹ കുറ്റമായി കണക്കാക്കുമെന്ന് പ്രഖ്യാപിച്ച ലോകരാജ്യം ഉത്തര കൊറിയ. അഴിമതി, കൈക്കൂലി എന്നിവയെപ്പറ്റിയുള്ള വിവരങ്ങൾ പരാതിക്കാരുടെ പേരും വിലാസവും വെളിപ്പെടുത്താതെ കൈമാറുന്നതിനായി അടുത്തിടെ കേരള റവന്യൂ വകുപ്പ് അവതരിപ്പിച്ച ടോൾ ഫ്രീ നമ്പർ 1800 425 5255. ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രിട്ടൻ. ഇന്ത്യ, ഫ്രാൻസ്, UAE എന്നീ രാജ്യങ്ങളുടെ പ്രഥമ സംയുക്ത സമുദ്രാഭ്യാസത്തിന് വേദിയായത് ഗൾഫ് ഓഫ് ഒമാൻ. കേരള തീരത്തെ കടലിൻ്റെ അടിത്തട്ടിൽ കണ്ടെത്തിയ വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവയിനം ജീവികൾ ഉൾപ്പെടുന്ന ജൈവ വൈവിധ്യ സമ്പന്നമായ പ്രദേശത്തിന് നൽകിയ പേരെന്ത്? ജന്തുവനങ്ങൾ. ലോകത്ത് നടക്കുന്ന ഡിജിറ്റൽ പണമിടപാടുകളിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യം ഇന്ത്യ. അടുത്തിടെ പ്രകാശനം ചെയ്യപ്പെട്ട ഈശ്വര വഴക്കില്ലല്ലോ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവായ പ്രശസ്ത മലയാള ചലച്ചിത്ര താരം സലീം കുമാർ. ഇന്ത്യയുമായി ഡീസൽ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ച രാജ്യം ജർമ്മനി. കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെ ദീദി കഫേകൾ ആരംഭിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. അടുത്തിടെ നടന്ന വിമാനാപകടത്തിൽ ആമസോൺ മഴക്കാടുകളിൽ അകപ്പെട്ടു പോയവരെ കണ്ടെത്തുന്നതിനായി കൊളംബിയൻ സൈന്യം നടത്തിയ രക്ഷാദൗത്യം ഓപ്പറേഷൻ ഹോപ്പ്.
അടുത്തിടെ പുറത്തിറങ്ങിയ PRS ലെജിസ്ലേറ്റീവിൻ്റെ പഠന റിപ്പോർട്ട് പ്രകാരം 2022 ഏറ്റവും കൂടുതൽ ദിവസം സമ്മേളിച്ച നിയമസഭ കേരള നിയമസഭ. കേരളത്തിൽ പ്രളയം നിയന്ത്രിക്കാനും മഴവെള്ളം സംഭരിക്കാനുമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി പ്രകൃതിദത്ത സ്പോഞ്ച് നഗരം പദ്ധതി. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ ഏറ്റവുമധികം നിക്ഷേപം നടത്തിയിട്ടുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം സിംഗപ്പൂർ. തദ്ദേശീയമായി വികസിപ്പിച്ച റുബീഡിയം അറ്റോമിക് ക്ലോക്ക് ആദ്യമായി ഉപയോഗപ്പെടുത്തി ISRO ഭ്രമണപഥത്തിലെത്തിച്ച ഗതിനിർണയ ഉപഗ്രഹം NVS-01. എയ്റോസ്പേസ് ആവശ്യങ്ങൾക്കായി ലോകത്തിലെ ഏറ്റവും ശക്തമായ ഹൈപ്പർസോണിക് വിൻഡ് ടണൽ അവതരിപ്പിച്ച രാജ്യം ചൈന.